ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒരു ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധ്യമല്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്കൊരു നിഷ്കളങ്കമായ വിശ്വാസം, ഒരു നിർമ്മലമായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. നാം ഒന്നും കണ്ടിട്ടല്ല, കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം കണ്ണുമടച്ച് വിശ്വസിക്കുക. ഈ വചനം സത്യമാണ്. ഈ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി എഴുതി വച്ചിരിക്കുന്നതാണ്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനമാണ്. അത് നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുക. അതിൽ നമ്മുടെ ബുദ്ധി കലർത്തരുത്. നമ്മുടെ ബുദ്ധിയുടെ വഴിയിൽ കൂടി അത് ചിന്തിക്കരുത്. സത്യമായിട്ടും ജീവനുള്ള ദൈവം, സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയായ എന്നോട് സംസാരിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം എനിക്ക് തരുന്നത് എന്നെ അനുഗ്രഹിക്കാനാണ്, എന്നെ കഴുകാനാണ്, എന്നെ വിശുദ്ധീകരിക്കാനാണ്, അവന്റെ രാജ്യത്തിന് വേണ്ടി എന്നെ ഒരുക്കാനാണെന്നുള്ള ആ വിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹകരമായി തീരും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എങ്ങനെയാണ് പറയപ്പെട്ടത് ഈ വിശ്വാസം ലഭിക്കുന്നത്? റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നാം തുടർച്ചയായി ഈ ദൈവത്തിന്റെ വചനം നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു കൃപയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം ഒരു സമ്പത്താണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കേണ്ടതാണ്. വിശ്വാസം ദൈവവചന കേൾവിയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസം ക്രിസ്തുവിനുള്ളതായ ഒരു വിശ്വാസം, ക്രിസ്തുവിന്റെ വചനത്തിലുള്ളതായ ഒരു വിശ്വാസം, ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ളതായ ഒരു വിശ്വാസം. ആരിലാണ് നാം വിശ്വസിക്കേണ്ടത്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിലാണ് വിശ്വസിക്കേണ്ടത്. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. എന്താണ് സുവിശേഷം? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം. ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഒരു രക്ഷകൻ ജീവിക്കുന്നു, നമുക്കൊരു രക്ഷകനുണ്ട്. അതാണ് സുവിശേഷം, അതാണ് നല്ല വർത്തമാനം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഭയപ്പെടേണ്ട, ഇത് സർവ്വജനത്തിനുമുള്ള ഒരു മഹാസന്തോഷത്തിന്റെ വാർത്തയാണ്. എപ്പേർപ്പെട്ടവർക്കും ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും, ജാതി വ്യത്യാസമെന്നേ, കക്ഷി വ്യത്യാസമെന്നേ, മതവ്യത്യാസമെന്നേ, ഈ ഭൂമിയിൽ ജനിക്കുന്ന ജീവിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ഇതാ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം തരുന്ന ഒരു സന്തോഷ വർത്തമാനമാണ്, ഒരു സുവാർത്താ ദൂതാണിത്. നമുക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട്.
നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ ജീവിക്കുന്നുണ്ട്. നമ്മെ സഹായിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ സത്യത്തിന്റെ പാതയിൽ നടത്തുവാൻ ഒരു രക്ഷകൻ ജീവിക്കുന്നുണ്ട്. ഒരു ഏക രക്ഷകൻ നമുക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിന് വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നാമമുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാമമുണ്ട്. നമുക്കൊരു രക്ഷകൻ ജീവിക്കുന്നുണ്ട്. ഇന്ന് ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിരാശയോടെ ഇരിക്കുന്നുണ്ടോ? ഭാരത്തോടെ ഇരിക്കുന്നുണ്ടോ? ഭയപ്പാടോടുകൂടി ഇരിക്കുന്നുണ്ടോ? നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തയോടുകൂടി ഇരിക്കുന്നുണ്ടോ? എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി ഒരു ഒത്താശ തരാൻ ആരുമില്ലല്ലോ, ഈ ഭൂമിയിൽ എന്നെ കരുതാൻ ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നിങ്ങളോട് പറയുകയാണ്, മകനെ, നിനക്കൊരു രക്ഷകനുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെ കരുതുന്നവനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. അവൻ നിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചവനാണ്. അവൻ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയവനാണ്. അവന്റെ രക്തം മൂലം നിന്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തി കഴിഞ്ഞു. നിന്നെ നിത്യന്യായവിധി അവൻ മാറ്റിക്കഴിഞ്ഞു. നിനക്ക് നിത്യജീവൻ അവൻ തന്നു കഴിഞ്ഞു. നീ അവനിൽ വിശ്വസിക്കുക. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. അവൻ ജീവിക്കുന്നുണ്ട്. അവൻ നമ്മുടെ അരികത്തുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രക്ഷകൻ നിങ്ങളുടെ അരികത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനെ നിങ്ങൾക്ക് ക്ഷണിക്കാം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനെ നിങ്ങൾക്ക് വിളിക്കാം. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഏത് സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾ ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നവനാണ് ഈ രക്ഷകൻ. യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്ന രക്ഷകൻ ജീവിക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ കണ്ണുനീര് കാണുന്നവനാണ്. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ കഴിഞ്ഞകാലങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്നവനാണ്. എത്ര ഭീകരമായ പാപം വന്നാലും ശരി, എല്ലാം കഴുകി തരുവാൻ അവന്റെ തിരുരക്തവുമായി യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു, എന്താണ് എന്റെ സുവിശേഷമെന്ന്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോസ്തലൻ എത്ര പ്രാഗൽഭ്യത്തോടാണെന്ന് പറയുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നവനാണ്. ഞാൻ കർത്താവിന്റെ അപ്പോസ്തലനാണ്. ഞാനൊരു സുവിശേഷകനാണ്. പക്ഷേ എന്റെ സുവിശേഷത്തിന്റെ പ്രസംഗ വിഷയം എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ സുവിശേഷ വർത്തമാനം എന്ന് പറഞ്ഞ ഇതാണ്. ഒരാൾ ജീവിക്കുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ പാപിയുടെ രക്ഷകനാണ്. അവൻ പാപിയുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ രോഗിക്ക് സൗഖ്യമാണ്. അവൻ രോഗസൗഖ്യം തരുന്നവനാണ്. അവൻ പാപിയെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. അവൻ നിത്യജീവൻ തരുന്നവനാണ്. അവൻ രക്ഷിക്കുന്നവനാണ്. അവൻ വീണ്ടെടുക്കുന്നവനാണ്. യേശു ജീവിക്കുന്നു. അതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. വീണ്ടും എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയും, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന്. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷം. നിങ്ങൾ യേശുവിലേക്ക് നോക്കുക. അവനാണ് വിശ്വാസത്തിന്റെ നായകൻ. അവനാണ് പൂർത്തി വരുത്തുന്നവൻ. അവൻ നമ്മെ വിളിച്ചതാണെങ്കിൽ, അവൻ നമ്മെ വീണ്ടെടുത്തതാണെങ്കിൽ, അവൻ നമുക്ക് പൂർത്തീകരണവും തരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകണ്ട, ആരും തളർന്നിരിക്കേണ്ട. പാപത്തോടെ നീ യാത്ര പറഞ്ഞ ഒരു വിശ്വാസിയാണെങ്കിൽ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോട് യാത്ര പറഞ്ഞ ഒരു ദൈവവേദലാണെങ്കിൽ, നിന്നെ കരുതുവാനും നിന്നെ പോറ്റുവാനും പുലർത്തുവാനും ഈ രക്ഷകനായ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നീ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവനിലാണ് നമ്മുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നൊരു വിശ്വാസിയാക്കി മാറ്റണമേ. വിശ്വാസം ഒരു കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന സൗജന്യ ദാനമാണത്. അത് നാം പൈസ കൊടുത്ത് മേടിക്കേണ്ടതല്ല, വില കൊടുത്താൽ ലഭിക്കുന്നതല്ലത്. ഈ ദൈവത്തിന്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം കർത്താവ് സൗജന്യമായി തരികയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ,
നിങ്ങൾക്ക് ഈ വിശ്വാസം കർത്താവ് തരും. നാം അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ ഏതാണ്ട് 5 അനുഭവങ്ങൾ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വിശ്വാസം എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനെന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഒന്നാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത ദൈവ വിളിയിലുള്ള വിശ്വാസമാണ്. ദൈവ വിളിയിലുള്ള വിശ്വാസം. ഒരു ജീവനുള്ള ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് അബ്രഹാമിന് ഒരു വിശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അബ്രഹാമിന് ആത്മീയമായ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സുവിശേഷത്തിന്റെ തലമുറയിൽ ജനിച്ചവനല്ല അബ്രഹാം. ഒരു സുവിശേഷ പാരമ്പര്യങ്ങളൊന്നും അബ്രഹാമിന് പറയാനുണ്ടായിരുന്നില്ല. ഒരു വിശ്വാസികളുടെ പാരമ്പര്യമൊന്നും അബ്രഹാമിന് പറയാനുണ്ടായിരുന്നില്ല. അബ്രഹാമിന്റെ അപ്പനായിട്ടോ അപ്പന്റെ അപ്പനായിട്ടോ വിശ്വാസിയായിരുന്നോ വിശുദ്ധനായിരുന്നോ എന്നോ ഒന്നും അബ്രഹാമിന് പറയാനില്ല. കാരണം വിഗ്രഹാരാധികളുടെ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചവനാണ് അബ്രഹാം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ദൈവത്തിന്റെ വിളി ലഭിച്ചപ്പോൾ അത് ജീവനുള്ള ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം അബ്രഹാമിന് കിട്ടി. ദൈവത്തിന് സ്തോത്രം. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ദൈവ വിളിയിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിശ്വാസം കിട്ടിയോ? ജീവനുള്ള ദൈവമാണ് എന്നെ വിളിച്ചത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു വിശുദ്ധനോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ ഏതെങ്കിലും ഒരു ദൈവമക്കളോ ആരുമല്ല എന്നെ വിളിച്ചത്. ജീവനുള്ള ക്രിസ്തുവാണ് എന്നെ വിളിച്ചത്. അബ്രഹാമിനെ വിളിച്ചവനായ അതേ ദൈവമാണ് എന്നെയും വിളിച്ചതെന്ന് ഒരു വിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു, നിത്യജീവന്റെ അവകാശിയാക്കുവാൻ അവനെന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവ വിളിയിലുള്ള വിശ്വാസം അബ്രഹാമിന് കിട്ടി എന്നുള്ളതാണ്. അബ്രഹാമിന്റെ രണ്ടാമത്തെ വിശ്വാസം എന്താണ്? 11-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം ഇതാ ഒരു അടിസ്ഥാനമുള്ള നഗരമുണ്ട് എന്ന് അബ്രഹാമിനൊരു വിശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇത് എവിടുന്ന് കിട്ടിയത്? അത് ദൈവം കൊടുത്തൊരു സൗഭാഗ്യമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിന് കിട്ടി. അതുകൊണ്ടാണ് അബ്രഹാം ഈ ഭൂമിയിൽ പരദേശിയായി കൂടാരങ്ങളിൽ പാർത്തത്. അബ്രഹാമിന് സമ്പത്തുണ്ടായിരുന്നു, നല്ല വീടെല്ലാം വെച്ച് ഇഷ്ടംപോലെ വസ്തുവകളെല്ലാം സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. എന്നാൽ അബ്രഹാമിന് മനസ്സിലായി, ഈ ലോകം മായയാണ്. ഇവിടെ നാം എന്തെല്ലാം സമ്പാദിച്ചാലും ഒരിക്കലും ഇവിടം വിട്ടു പോകേണ്ടി വരും. ഒരു നാൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. ഇവിടെ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, വസ്തുവകൾ ഉണ്ടായിരിക്കാം, സമ്പത്തുണ്ടായിരിക്കാം, ആഢ്യത്വം ഉണ്ടായിരിക്കാം, പദവി ഉണ്ടായിരിക്കാം, ഇതാ കുലീനത്വം ഉണ്ടായിരിക്കാം, കുടുംബ മഹിമയുണ്ടായിരിക്കാം, എല്ലാ പദവികളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എല്ലാവരും ഒരു ദിവസം പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, വെറും കൈയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, വെറും കൈയായി നാം എല്ലാവരും പോകേണ്ടി വന്നു. ആ ഒരു ബോധ്യം അബ്രഹാമിന് കിട്ടി. അതുകൊണ്ടാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നത്. അബ്രഹാം അങ്ങനെ ഒരു വിശ്വാസം കിട്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയും, 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഈ കൂടാരമുണ്ടല്ലോ, ഈ ഭൗമ ശരീരം എല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇത് നശിച്ചു പോകാനുള്ളതാണ്. ഇന്ന് നാം വളരെ പരിപാവനമായി സൗന്ദര്യത്തോടെ സൂക്ഷിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇതെല്ലാം മണ്ണിൽ അഴുകിച്ചേരാനുള്ളതാണ്. എന്നാൽ ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. എന്തൊരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ! നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പണിയുന്നുണ്ട്. ഇവിടെ എനിക്കൊരു പക്ഷെ സൗന്ദര്യമില്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം, ഞാനൊരു പക്ഷെ ഒരു അംഗഹീനനായിരിക്കാം, എനിക്ക് പല പോരായ്മകളും കുറവുകളും ഉണ്ടായിരിക്കാം, സമൂഹത്തിൽ എനിക്ക് സ്ഥാനമോ മഹിമയോ വലിപ്പമോ ഒന്നും എനിക്കുണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു സ്വർഗീയ ഭവനം എനിക്കുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യം നമുക്ക് വായിക്കാം. അവിടെ നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് പറയുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് പറയുകയാണ്, സ്വർഗാരോഹണം ചെയ്തു പോയ കർത്താവ് പറയുകയാണ്,
ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഞാൻ ഒരുക്കിയാൽ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പദവി എത്ര വലുതാണ്! നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷ എത്ര വലുതാണ്! ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ് പറയുന്നത്. ഒരു വിശ്വാസിയുടെ പദവി, ഒരു വിശുദ്ധനായ ദൈവദാസന്റെ പദവി എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ! യേശു ഇരിക്കുന്ന അതേ സ്ഥാനത്താണ് നമ്മെയും ഇരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി അവൻ ഭവനം പണിയാൻ പോയിരിക്കുകയാണ്. ഒരു സ്വർഗീയ ഭവനം നമുക്കുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരം നമുക്കുണ്ട്. അബ്രഹാമിന് അങ്ങനെ ഒരു വിശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ മൂന്നാമത്തെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? 11-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത ദൈവിക വാഗ്ദത്തങ്ങളിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിന് ലഭിച്ചു. ദൈവിക വാഗ്ദത്തങ്ങൾ. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായിട്ട് നാം ആദ്യമായിട്ട് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ തന്നെ അനേക വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വാഗ്ദത്തങ്ങൾ? യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധിയായ അബ്രഹാമിനോട് ദൈവം ഒന്നാമത്തെ വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. മാത്രമല്ല, നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു മാത്രമല്ല, നീ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്തു വലിയ സ്വർഗീയ വാഗ്ദത്തങ്ങളാണ് ദൈവ വിളി ലഭിച്ച ഒരു ദൈവ പൈതലിന് സ്വർഗം കൊടുക്കുന്നത്. നാം നിസ്സാരരാണോ? ഇതെല്ലാം നാം വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ടതാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് വിശ്വാസത്താൽ സ്വന്തമാക്കാൻ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ കൊടുത്തു. ആ വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഇതെല്ലാം ഇന്നൊന്നും എനിക്ക് സാധ്യമായിട്ടില്ല. ഈ അനുഗ്രഹങ്ങളൊന്നും എനിക്ക് എന്റെ കയ്യിൽ ഒതുങ്ങിയിട്ടില്ല, വന്നിട്ടില്ല. ഇതൊന്നും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് വാക്ക് പറഞ്ഞ ദൈവം അവൻ വിശ്വസ്തനാണ് എന്ന് പൂർണ്ണമായിട്ട് അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ 2 തരത്തിലാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ 2 തരത്തിൽ നമുക്ക് അനുഭവമാക്കാം. ഒന്ന്, അത് റീമായായിട്ട് നമുക്ക് അനുഭവിക്കാം. 2, ലോഗോസ് ആയിട്ട് നമുക്ക് അനുഭവിക്കാം. എന്താണ് റീമ എന്ന് പറയുന്നത്? അത് നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സമയത്ത് ജീവനുള്ള ദൈവം നമുക്ക് വ്യക്തിപരമായി തരുന്ന വാഗ്ദത്തങ്ങളാണ് റീമ എന്ന് പറയുന്നത്. എന്നാൽ ലോഗോസ് എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. ഈ വചനത്തിൽ പൊതുവായി എഴുതി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ലോഗോസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഏതാണ്ട് 8000-ലധികം വാഗ്ദത്തങ്ങൾ ഈ ദൈവവചനത്തിൽ ദൈവം തന്നിട്ടുണ്ടായെന്നുള്ളതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 8000-ലധികം വാഗ്ദത്തങ്ങൾ. അത് റീമയായിട്ടും ലോഗോസ് ആയിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയും. വ്യക്തിപരമായി ദൈവം നമുക്ക് തരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സമയത്ത് ദൈവം നമ്മോട് നേരിട്ട് തരുന്ന വാഗ്ദത്തങ്ങളാണ് റീമ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് റീമയായിട്ട് ദൈവത്തിന് വാഗ്ദത്തം ലഭിച്ചിട്ടില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ചില വാഗ്ദത്തങ്ങളെല്ലാം തന്നിട്ടില്ലേ? ഞാൻ നന്ദിയോടെ ദൈവത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവം എനിക്കും അനേകം റീമയായിട്ട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ലോഗോസ് ആയിട്ട് പൊതുവായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഏതാണ്ട് 8000-ലധികം വാഗ്ദത്തങ്ങളുണ്ട്. ഇത് ആർക്കുള്ളതാണ്? ഈ വാഗ്ദത്തങ്ങളെല്ലാം അത് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്കുള്ളതാണ്, വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിക്കുള്ളതാണ്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം. നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് വിശ്വാസത്താൽ സ്വന്തമാക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു.
മാത്രമല്ല ഈ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു വിശ്വാസം. എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദലാണ് എങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവത്തിന്റെ കൃപാസനത്തിന് അടുത്തേക്ക് കടന്നു ചെല്ലാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് വചനം പറയുന്നുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കൃപാസനത്തിന് അടുത്ത് ചെല്ലാറുണ്ടോ? ഏതാണ് ഈ കൃപാസനം? അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചൂടാണ് കൃപാസനം. ഏത് പാപിക്കും ഈ കൃപാസനത്തിന് അടുത്തേക്ക് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മോട് സഹതാപം കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുന്നവനാണ് ദൈവം. നമ്മെ അകറ്റി മാറ്റുന്നവനല്ല, നമ്മെ തള്ളി മാറ്റുന്നവനല്ല ഈ ദൈവം. ഈ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങളൊരു വീണ്ടും ജനന അനുഭവം പ്രാപിച്ചപ്പോൾ, നിങ്ങളൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ, നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ചില വാഗ്ദത്തങ്ങളെല്ലാം ലഭിച്ചവരില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളത് മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ചോദിച്ചുകൊള്ളണം. കർത്താവേ, ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കർത്താവേ, നീ എനിക്ക് തന്ന വാഗ്ദത്തങ്ങളെല്ലാം നീ അത് മറന്നുപോയോ? ഇന്ന് പലതും നിറവേറിയിട്ടില്ലല്ലോ കർത്താവേ, അതെല്ലാം നീ മറന്നുപോയോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും മറക്കുന്നവനല്ല. അന്നേരം ദൈവത്തിന് വചനം എന്റെ ഹൃദയത്തിലേക്ക് വരും. നിന്റെ പ്രത്യാശയുടെ സ്വീകാരം നീ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാറ്റം വരുത്തുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നും വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതാണ്. ദൈവം അബ്രഹാമിനോട് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം കർത്താവ് ചെയ്തു കൊടുത്തു. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഇത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമല്ലേ പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽ മക്കളോട് ദൈവം വാഗ്ദത്തം ചെയ്തത് സകലവും നിവൃത്തിയായി എന്ന്. ഈ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. ഇവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മെ വിളിച്ചിറക്കിയവനാണെങ്കിൽ, നമുക്കൊരു മാനസാന്തരം തന്നവനാണെങ്കിൽ, നമ്മളിലൊരു നല്ല വേല ആരംഭിച്ചവനാണെങ്കിൽ അവസാനത്തോളം തികപ്പാൻ ഈ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആരെങ്കിലും സംശയിച്ചിരിക്കുന്നുണ്ടോ? എന്റെ കാര്യം കർത്താവ് മറന്നുപോയോ? എന്റെ കാര്യം കർത്താവ് ഓർക്കുന്നില്ലേ? എന്നെ കർത്താവ് ഉപേക്ഷിച്ചോ? എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത് എന്താണ്? എന്റെ കാര്യം കർത്താവ് മറന്നുപോയത് എന്താണ്? എന്നെ ആവശ്യങ്ങളിൽ കർത്താവ് സഹായിക്കാത്തത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവുകയില്ല. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ച് നിൽക്കുമെങ്കിൽ, കർത്താവിന്റെ ഒരു പ്രിയ പുരുഷനായി നിങ്ങൾ നിൽക്കുമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രിയ ഒരു ദാസിയായി നിങ്ങൾ നിൽക്കുമെങ്കിൽ, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവുകയില്ല. പ്രിയപ്പെട്ടവരെ, 43-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതലായ വാക്യം. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ എല്ലാം നിവൃത്തിയായി. ദൈവം എല്ലാം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വാക്ക് തന്നാൽ അവൻ വാക്ക് മാറ്റുന്നവനല്ല. നമ്മൾ ഒരുപക്ഷെ വാക്ക് മാറുമായിരിക്കും, മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റം വരുമായിരിക്കും, മനുഷ്യന്റെ വാക്കുകളിൽ അവൻ വിശ്വസ്തനായില്ല എന്ന് വരാം. ഇല്ലേ? നാം ദൈവത്തോട് എത്രയോ തീരുമാനങ്ങൾ പറഞ്ഞവരാണ്. നാം പലപ്പോഴും അവിശ്വസ്തരായി പോയി. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ളതായ അബ്രഹാമിന്റെ വിശ്വാസം.
താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ദൈവം വിളിച്ചപ്പോൾ ഇത് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. എന്നാൽ 99 വയസ്സായിട്ടും ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം നിവൃത്തിയായിട്ടില്ല. അത് നിവൃത്തിയാവാനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞും പോയി. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ, ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷ നശിച്ചവരാരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അതൊരടഞ്ഞ അധ്യായമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുടുംബം ഒരിക്കലും ശരിയാവുകയില്ല. എൻ്റെ ഭർത്താവിന് മദ്യപാനം മാറുകയില്ല. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അവർ ഉയർന്നു വരികയില്ല. അവർക്കൊരിക്കലും ഒരു നല്ല ഭാവി ലഭിക്കുകയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനം പറയുന്നു, സഹോദര, നീ ആശയ്ക്ക് വിരോധമായി നീ ആശയോടെ വിശ്വസിക്കുക. നീ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 20-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു വിശ്വാസം കിട്ടുന്നുണ്ടോ? യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ മതിയായവനാണ്. എന്താണ് യേശുക്രിസ്തു നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം? എന്താണ്? അത് നിത്യജീവനാണ്. നിത്യജീവൻ, നിത്യ സൗഭാഗ്യം. ഈ ഭൂമിയിലെ എന്തെങ്കിലും അനുഗ്രഹങ്ങളല്ല, രോഗസൗഖ്യമല്ല, പണത്തിന് ഞെരുക്കം മാറ്റി തരുന്നതല്ല, വിദേശത്തേക്കുള്ള വിസ തരുന്നതല്ല. ഇതൊന്നുമല്ല ശാശ്വതമായ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. നമുക്ക് നിത്യജീവൻ തരാനാണ് അവൻ കാൽവറിയിൽ മരിച്ചത്. അവന്റെ ജീവരക്തം ഒഴുക്കിയത്. അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പടഞ്ഞു മരിച്ചത്. നിങ്ങൾ ഒരു നിമിഷം ആ ക്രൂശിലേക്ക് നോക്കുമോ? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാം. അവൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, ആ നിത്യജീവൻ ലഭിക്കുന്നത് ക്രൂശിൽ കൂടി ഒഴുകി വരുന്ന ആ തിരുരക്തത്തിൽ കൂടിയാണ്. നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ ക്രൂശിൻ ചൂട്ടിലേക്ക് വരുന്നുണ്ട്? നിങ്ങൾ ആരെല്ലാം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തനുമായ യേശുവിലേക്ക് നോക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതം ആരെല്ലാം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്? നിങ്ങൾ ആരെല്ലാം യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്? പാപത്തോട് യാത്ര പറഞ്ഞ്, ഇതാ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളോട് യാത്ര പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇതാ യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, മകനെ, ഏറ്റവും വലിയ വാഗ്ദത്തമായ നിത്യജീവൻ അവൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗജന്യമായി നിനക്ക് തരികയാണ്. നീ ക്രൂശിലേക്ക് നോക്കുക. നീ ക്രൂശിൽ വിശ്വസിക്കുക. അവന്റെ ത്യാഗ മരണത്തിൽ വിശ്വസിക്കുക. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുക. യേശു എനിക്ക് വേണ്ടിയാണ് അവൻ ജീവരക്തം ഊറ്റിയത് എന്ന് മകനെ നീ വിശ്വസിക്കുക. നിന്റെ ഹൃദയത്തിലേക്ക് നീ യേശുവിനെ ക്ഷണിക്കുക. നീ നിത്യജീവൻ പ്രാപിക്കുക. അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. അവന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കുക. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യജീവന്റെ അവകാശികളാക്കുവാൻ അവിടെ നിങ്ങൾ വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തന്ന അനുഗ്രഹങ്ങൾക്കും വചനങ്ങൾക്കുമായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളിന്മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം നീട്ടണമേ. ഇവരെ സഹായിക്കണമേ. അവിടുത്തെ 2-ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.